ഇന്ന സെക്ഷൻ വെച്ചെടുക്കണം, ഇന്നത് വെച്ചെടുക്കേണ്ട ഒരു മജിസ്ട്രേറ്റും പറയാമോ എന്ന് ചോദിച്ചാൽ ഷാനിയെ കാണൂല, കോൺഗ്രസ്സുകാരനെയും കാണൂല. അല്ലെ, ഒന്ന് വായിക്കാൻ പറഞ്ഞേ 307 ഒഴിച്ചുള്ള ബാക്കി സെക്ഷൻ കേട്ടെടുക്കാൻ പറഞ്ഞത് എനിക്ക് ഞാനൊന്ന് കേൾക്കട്ടെ. അത് ഇല്ല, ഞാൻ രേഖ വെച്ചിട്ടാ സംസാരിക്കും. നീനൊന്നും പറയണ്ടേട്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. ഇ.പി. ജയരാജന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുക്കാൻ ആ കോടതി പറഞ്ഞു എന്ന് ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ചർച്ചയിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് തത്സമയം കേരളത്തിലുള്ള ആളുകൾ കേട്ടതാണ്. പറഞ്ഞിട്ടില്ല. വധശ്രമം എന്ന് നിങ്ങൾ ആരോപിക്കുന്നത് എങ്ങനെയെന്ന് യൂത്ത് കോൺഗ്രസിനോട് ചോദ്യം ചോദിച്ചു. അതാണ് ഉണ്ടായത്. ഒരു മിനിറ്റ്, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിന് കോൺഗ്രസിനും കൂടി ഒരു പ്രതികരണം ഉണ്ടാകുമല്ലോ. ശ്രീ BRM ഷഫീർ, നിങ്ങൾ ചുമത്തിയതും നിങ്ങൾ ആരോപിച്ചതും തീർത്തും കള്ളമാണ്. നിങ്ങൾ ആദ്യം പറയാത്ത കാര്യം ഇപ്പോൾ കോടതിയിൽ പറയുന്നു. ഇ.പി. ജയരാജനെതിരെ ഇന്ന വകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണം എന്ന് കോടതി ഉത്തരവിലില്ല. എന്താണ് മറുപടി? പഠിച്ച കള്ളനാവൻ. ഒന്നാമത്തെ കാര്യം, സത്യത്തിൽ ഷാനിക്ക് ആ CRPCയുടെ ആ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ അവധാനത അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഗാധമായ അറിവ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈ CPMന്റെ പ്രതിനിധി, അദ്ദേഹം ഒരു വക്കീലാണ്, ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ അദ്ദേഹം താങ്കളെ ചൂഷണം ചെയ്താണ് കേട്ടോ. ആ ഇട്ടെടുക്കുന്നതിലൊന്നും വീട് പോകേണ്ടതില്ല. ഞാനതിന്റെ നിയമം പറഞ്ഞു തരാം. 156 ക്ലോസ് 3 CRPC അനുസരിച്ച് ഒരു കേസ് ഫോർവേഡ് ചെയ്യുമ്പോ ഇന്ന സെക്ഷൻ വെച്ചെടുക്കണം, ഇന്നത് വെച്ചെടുക്കേണ്ട ഒരു മജിസ്ട്രേറ്റും പറയില്ല. നിങ്ങൾ ആ സാമാന്യ ഒരു വിവരമെങ്കിലും നിങ്ങളൊന്ന് പാലിച്ചോ. അല്ല, പറഞ്ഞേ ഉള്ളൂ. ഇന്ന സെക്ഷൻ വെച്ച് കേസെടുക്കണമെന്ന് ഒരു മജിസ്ട്രേറ്റ് പറയാറില്ല. ദ കംപ്ലൈന്റ് റിസീവ്ഡ് ആൻഡ് ഫോർവേഡ് ടു ദി SHO പിന്നെ ശംഖുമുഖം ആൻഡ് ടേക്ക് ദ FIR ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ടേക്ക് ദ റിപ്പോർട്ട്. സൈൻ, വരയിലൊരു ഒപ്പ്. ഇത്രേ ഉണ്ടാവുള്ളൂ. ഇത്രേ സാധാരണഗതിയിൽ മജിസ്ട്രേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോ അനിൽകുമാർ പറയാണ് അതിനകത്ത് വധശ്രമത്തിന് കേസെടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു ഉത്തരവെന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഷാനിയെ കാണൂല, കോൺഗ്രസ്സുകാരനെയും കാണൂല. പക്ഷെ എന്താ അതിന്റെ അർത്ഥം? എനിക്കൊരു പരാതി കിട്ടിയിരിക്കുന്നു, പരാതി ഞാൻ പരിശോധിച്ചു, പരാതി ഞാൻ സ്വീകരിച്ചു, പരാതി ഫയലിൽ സ്വീകരിച്ചിട്ട് ഞാൻ SHOക്ക് ഞാൻ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതും അതാണ്. ഇങ്ങനെ പരാതി അങ്ങോട്ട് കൈമാറുന്നു, കേസെടുത്ത് അന്വേഷിക്കൂ എന്നല്ലേ കോടതി പറഞ്ഞത്. പക്ഷേ ശ്രീ അനിൽകുമാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ എന്താണ് പറയുന്നത് ശ്രീ അനിൽകുമാർ? ഞാനത് ഇത്രയും നേരമായി എന്റെ കയ്യിൽ എത്തിയിട്ടില്ല. ഉത്തരവിൽ എന്താണ് പറയുന്നത്? അല്ലെ, ഒന്ന് വായിക്കാൻ പറഞ്ഞേ 307 ഒഴിച്ചുള്ള ബാക്കി സെക്ഷൻ കേട്ടെടുക്കാൻ പറഞ്ഞത് എനിക്ക് ഞാനൊന്ന് കേൾക്കട്ടെ. അല്ല, അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? ഒന്ന് വായിക്കാൻ പറഞ്ഞേ. അല്ല, പറയട്ടെ. അല്ലല്ല, എന്നെ കൊണ്ട് 307 ഒഴിവാക്കിക്കൊണ്ട് FIR എടുക്കാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ എന്റെ സമയമാണോ ഷാനി? എനിക്ക് അതെ ശ്രീ അനിൽകുമാർ, എന്താണ് കോടതി ഉത്തരവിലുള്ളതെന്നാണ്. കോടതി ഉത്തരവ് ഇത്രയും സമയമായി കയ്യിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണ് കോടതി ഉത്തരവ് ഒന്ന് പറയാം. ഓക്കെ, എന്റെ ഉത്തരവുണ്ട്. That affidavit filed the complaint as per the provisions. അത് ഫയൽ ചെയ്യേണ്ട പ്രൊവിഷൻസ് ആർ ഫുൾഫിൽഡ്. 6 documents produced. 154(1), 154(3) CRPC പ്രകാരം കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് വേണം. കംപ്ലൈന്റ് ഈസ് ഫോർവേഡഡ് ടു SHO വലിയതുറ ഫോർ രജിസ്ട്രേഷൻ അണ്ടർ സെക്ഷൻ 156 CRPC of FIR by treating this as an FIS. ഇത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കോടതി ഇങ്ങനൊരു പരാതി സത്യമാണ് ഞാൻ എന്റെ ഒരു നിയമപരമായ പരാതി കിട്ടി. അപ്പോൾ വ്യക്തമാണല്ലോ ശ്രീ അനിൽകുമാർ, താങ്കൾ ഉന്നയിച്ചത്. എന്റെ സമയം ദയവായി കേൾക്കൂ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതാണ് സത്യം എന്ന് ഇപ്പൊ ഷാനിക്ക് ബോധ്യപ്പെട്ടോ? കേൾക്കൂ. കോടതി നടപടി എന്താണെന്ന് ഷാനിക്ക് ബോധ്യപ്പെട്ടോ? ഇതിങ്ങനെ ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ ഇത്തരം ചർച്ചയ്ക്ക് താല്പര്യമില്ല. മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ പോണോന്നേ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് അങ്ങനെ ഇങ്ങനെ ചർച്ചയിൽ ഇടപെടുന്ന ഞാൻ ഇടപെടത്തില്ല. എന്നെ പേടിച്ചുകൊണ്ട് താങ്കൾ പോകണ്ട. നമ്മൾ എന്താണ് ചെയ്തത്?
ഇല്ല സാർ, ഇവിടെ ഇല്ല സാർ, ഞാൻ ഇടപെടത്തില്ല. ഞാൻ നിങ്ങളുടെ സമയത്ത് ഇടപെടത്തേ ഇല്ല. പ്ലീസ് കണ്ടിന്യൂ. എനിക്ക് ബുദ്ധിയുള്ളവരെയും ഭയമില്ല, വിഡ്ഢികളെയും ഭയമില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും ഭയമില്ലാത്തൊരു കൂട്ടരാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ ഭയത്തിന്റെ ലേശമില്ലാതെ സംസാരിക്കുന്നത്. അതൊക്കെ സ്ഥിരം പറഞ്ഞ ഡയലോഗ് അത് ചേട്ടനെ എനിക്കിട്ട് എന്നെ ഭയമില്ല, ഇ പി ജയരാജനെ ഭയമില്ലെന്നാണോ? നടത്തരുത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ല, അത് ബുദ്ധി ആർക്കാന്നറിയാമല്ലോ. പറഞ്ഞല്ലോ, ഇ പി ജയരാജന്റെ പുറത്ത്, തലയുടെ പുറത്തൊരു ഉണ്ട ഇരിപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒന്ന് തടവ് നോക്കാൻ പറഞ്ഞല്ലോ. എന്നിട്ട് അങ്ങയുടെ അപാര ബുദ്ധി അല്ല, അവരുടെ സ്വയം എഴുതിക്കൊണ്ടാ മതി. കേട്ടതല്ലേ? ജനത്തിന് അറിയാന്നേ. അപാര ബുദ്ധി കേരളം മുഴുവൻ ജനത്തിന് ഇതൊക്കെ അറിയാം. ബുദ്ധിമാന്റെ ബുദ്ധി എന്നെ കൊണ്ട് ആർക്കാണ് ബുദ്ധി? ആ ഈ ജനത്തിന് ചർച്ചകളൊക്കെ ശരി, കാണുന്ന വിഷയത്തിലേക്ക് വരൂ. ശ്രീ ഷഫീർ താങ്കൾ കാത്തിരിക്കും. ശ്രീ അനിൽകുമാർ പറയൂ. അപ്പോൾ ഈ ഉത്തരവ് ഈ പരാതിക്കാരുടെ പരാതി പരിഗണിച്ചുകൊണ്ട് കേസെടുത്ത് അന്വേഷിക്കണം എന്ന കോടതിയുടെ ഉത്തരവ് കേസെടുക്കില്ല എന്ന് ഇന്നലെ സഭയിൽ പോലും പറഞ്ഞ മുഖ്യമന്ത്രിക്കും സർക്കാരിനും തിരിച്ചടിയല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാനുള്ള കാരണം? രാജ്യത്തിന്റെ ഈ സംഭവം നടന്നത് എവിടെയാണ്? വിമാനത്തിലാണ്. വിമാനത്തിൽ പ്രകടനം നടത്താൻ പറ്റുമോ? പ്രകടനം നടത്താനാവില്ല, നിയമവിരുദ്ധമാണ്. ഏത് നിയമം പറയുന്നു? സിവിൽ ഏവിയേഷൻ ആക്ട് പറയുന്നു. ആ ആക്ടിൻ്റെ സെക്ഷൻ 10 വകുപ്പ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദി സപ്രഷൻ ഓഫ് അൺലോഫുൾ ആക്ട്സ് ചോദ്യവും ഉത്തരവുമായി ബന്ധമില്ല. ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്?